السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على خير خلقه ورسوله المصطفى وعلى آله وأصحابه الشرفاء. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في محكم التنزيل: أعوذ بالله السميع العليم من الشيطان الرجيم. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ രഹസ്യമേഖലകളിൽ പരസ്യത്തേക്കാൾ അള്ളാഹുവിനെ സൂക്ഷിച്ചും അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടും ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അക്രമികൾക്കൊരുക്കി വച്ചിരിക്കുന്ന നരകത്തിൻ്റെ ഭീകരാവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം രക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ സ്വർഗീയ ഭവനത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെ പ്രായം ചെന്ന് ഒരുപാട് ജീവിത പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആനന്ദവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ എന്ന നിലക്ക് എല്ലാ മനുഷ്യരെയും പിടികൂടുന്ന ഒരു ദുസ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അത് പണ്ഡിതന്മാരെയും ബാധിക്കും, സാധാരണക്കാരെയും ബാധിക്കും, രാഷ്ട്രീയക്കാരെയും ബാധിക്കും, ലോകത്തുള്ള ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു തിന്മയാണ്. അത് നമ്മളിലൊക്കെ ഉള്ളതുമാണ്. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ഏറെ ശിക്ഷ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ച തിന്മയുമാണ്. നമുക്ക് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂറിലെ 19-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. അള്ളാഹു പറയുകയാണ്: ഇന്നല്ലദീന യുഹിബ്ബൂന, ആഗ്രഹിക്കുന്നവർ, തീർച്ചയായും ആഗ്രഹിക്കുന്നവർ, എന്തിന്? അൻ തശിയൽ ഫാഹിഷ, നികൃഷ്ടമായ തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കുവാൻ. ആർക്കിടയിൽ? ഫില്ലദീന ആമനു, വിശ്വാസികൾക്കിടയിൽ വളരെ മോശമായ സംസാരങ്ങളും പ്രവർത്തനങ്ങളൊക്കെ പലരെ പറ്റിയും പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ. ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. നമ്മൾ അറിയാതെ സംസാരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ തിരുത്താൻ വേണ്ടി ഇത് പറയുന്നത്. വേദനാജനകമായ ശിക്ഷയുണ്ട്. ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹത്തിലുണ്ടാവും പരത്തിലുണ്ടാവും, രണ്ടു ലോകത്തും. നമ്മൾ ഇപ്പോൾ ഒരാളെപ്പറ്റി, അയാൾ ഇഷ്ടപ്പെടാത്ത അയാളെപ്പറ്റി ഒരു കുറ്റം നമ്മൾ പറഞ്ഞു നിൽക്കുക, അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു നിൽക്കുക. പ്രചരിപ്പിക്കുമ്പോൾ പരലോകത്തെ ശിക്ഷ മരണാന്തര,
ഇവിടുത്തെ ശിക്ഷ അത് ദുനിയാവിന് തന്നെ കിട്ടും. അതെങ്ങനെ കിട്ടും? നമ്മളെ കുടുംബത്തിൽ നമ്മൾ പറഞ്ഞു നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കളിലും നമ്മുടെ ഭാര്യമാരിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടായിട്ട് നമ്മൾ വേദനിക്കും. നമ്മൾ പലരെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ആലോചിക്കൂല, ഇത് അള്ളാഹു എൻ്റെ കുടുംബത്തേക്ക് തിരിച്ചുവിടുന്നു. നമ്മൾ പലരെപ്പറ്റിയും പറയാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പം ദുനിയാവിലും ആഖിറത്തിലും വലിയ ശിക്ഷ ഉണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാവും, വല്ലാഹു യഅലം, അള്ളാഹു അറിയുന്നു, വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയുകയില്ല. ഇതിൻ്റെ വിപത്തിനെ കുറിച്ച് നിങ്ങൾ വിപത്ത് അറിയാണ്ട പറയാണ്. ഇതിൻ്റെ വിപത്ത് അറിയുന്ന റബ്ബാണ് നമ്മളോട് ഈ വിവരം പറയുന്നത്. രണ്ട് ലോകത്തും ശിക്ഷ ഉണ്ടാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്താണ് ഈ മോശമായ വാക്കുകൾ, പ്രവർത്തനങ്ങൾ? റസൂലുള്ള പറഞ്ഞു, അത് മറ്റുള്ളവരെ സംബന്ധിച്ച് ഗീബത്ത് പറയലാണ്. റസൂലിനോട് സഹാബത്തിനോട് ചോദിച്ചു, തദ്റൂന മൽ ഗീബത്ത്, എന്താണ് ഈ പരദൂഷണം എന്ന് പറഞ്ഞാൽ അറിയോ? മറ്റുള്ളവരെ ദുഷിക്കുക, വെറുതെ ദുഷിക്കും. വെറുതെ അല്ലട്ടോ, അതിന് കാരണങ്ങളുണ്ട്. മറ്റുള്ളവരെ നമ്മൾ ദുഷിക്കുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഒഴിവുണ്ടാവണം. 2, നമുക്ക് വൈരാഗ്യം ഉണ്ടാവണം അയാളോട്, അല്ലെ അസൂയ ഉണ്ടാവണം. അല്ലേ? ഒരാളോട് നമുക്ക് അസൂയയോ വൈരാഗ്യമോ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അയാളെപ്പറ്റി എന്ത് ചെയ്യുക? ഗീബത്ത് പറയുക, പരദൂഷണം. ഇങ്ങനെ പരദൂഷണം പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യും. അത്തരം ആളുകൾക്ക് ഇരുലോകത്തും ശിക്ഷയുണ്ടെന്നാണ്. അപ്പം എന്താണ് ഗീബത്ത്? നബി പഠിപ്പിക്കുകയാണ്. തദ്റൂന മൽ ഗീബത്ത്, സഹാബത്തിനോട് നബി ചോദിച്ചു, എന്താണ് ഈ ഇത്രയും വലിയ ശിക്ഷ കിട്ടുന്ന ഈ തിന്മ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? തദ്റൂന, നിങ്ങൾക്കറിയുമോ? മൽ ഗീബത്ത്, എന്താണ് ഗീബത്തെന്ന്? ഖാലു, സഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലു അഅലം, അല്ലാഹു റസൂലിനെ അറിയൂ. നമുക്കറിയില്ല എന്താണ് ഗീബത്ത്, അതിൻ്റെ ശിക്ഷ എന്താണെന്നൊക്കെ നമുക്കറിയില്ല, അല്ലാഹു റസൂലിനറിയാം. അപ്പോൾ റസൂലിന്റെ മറുപടി പറഞ്ഞു, ദിക്റക അഖാക ബിമാ യക്റഹു, മറ്റുള്ളവർ അറിയുന്നതിൽ തൻ്റെ സഹോദരന് വെറുപ്പുള്ളൊരു കാര്യം നീ പറയാം. എൻ്റെ ഒരു കാര്യം നിങ്ങൾ പറയാം മറ്റുള്ളവരോട്, അത് മറ്റുള്ളവർ അറിയുന്നതിൽ എനിക്ക് വെറുപ്പുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ അതാണ് ഗീബത്ത്. അത് പറഞ്ഞാൽ അത്തരം എന്ത് കാര്യമാണോ നിങ്ങൾ പറഞ്ഞു നടന്നത് അത് നിങ്ങളെ കുടുംബത്തിലേക്ക് വരും, തിരിച്ചടിക്കും. കേട്ടോ? ഇഹത്തിലും പരത്തിലും ശിക്ഷയും കിട്ടും. അപ്പം അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പോൾ കീല, സഹാബത്ത് ചോദിച്ചു, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ ആ പറയുന്ന ദുസ്വഭാവം, ആ പോരായ്മ, ആ ന്യൂനത എൻ്റെ സഹോദരൻ ഉണ്ടെങ്കിലോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ പറയുന്ന കാര്യം ശരിയാണെങ്കിലോ? അങ്ങനെ അത് ഗീബത്താവോ? അപ്പം നബിന്റെ മറുപടി, കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ, നീ പറയുന്ന കാര്യം അവനിലുണ്ടെങ്കിൽ ഫഖദ് ഇഗ്തബത, നീ അയാളുടെ പേരിൽ ഗീബത്ത് പറഞ്ഞു, പരദൂഷണം. അതാണ് പരദൂഷണം. നമ്മളൊക്കെ വിചാരം എന്താ, സാധാരണക്കാരുടെ വിചാരം എന്താ അറിയോ? ഇല്ലാത്തത് പറയുന്നതിനാണ്, ഉള്ളത് പറയുന്നതിനാണ്. അയാൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം നീ പറയുക, അതാണ് ഗീബത്ത്. കേട്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നിർവചന പ്രകാരം ഞാനും നിങ്ങളൊക്കെ എത്ര വാങ്ങി വെച്ചിട്ടുണ്ടാവില്ലേ ഈ പ്രായത്തിനിടയിൽ? ഇതിനുള്ള പ്രത്യേകത എന്താ അറിയോ? ബാക്കി തെറ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യാം. ഈ തെറ്റിന് അള്ളാഹിനോട് മാത്രം പോരാ, ആരെപ്പറ്റിയാണോ പറയുന്നത് അയാൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പുറത്തു തരണം. അപ്പം അങ്ങനെ ഉണ്ടാവും. ഒരു ദിവസം എത്ര ആളുകളെ കുറ്റി പറയും? നമുക്ക് വെറുപ്പുണ്ടായാൽ, നമുക്ക് അസൂയ ഉണ്ടായാൽ, നമുക്ക് ഒഴിവ് സമയം ഉണ്ടായാൽ, നമ്മൾക്ക് ഈമാനിൽ ദൗർബല്യം ഉണ്ടായാൽ, ഈ 2-3 കാരണങ്ങളാണ് ഗീബത്ത് പറയുന്നതിന്. മറ്റുള്ളവരെ പറ്റി ഈ ഗീബത്ത് പറയുന്ന പ്രധാന കാരണം, ഒഴിവില്ലാത്ത ആളുകളൊന്നും പറയല്ലേ, ഓൽ നേരം വെളുത്താൻ നീച്ച് പറയുകയാണ്. ഓൽക്ക് മറ്റുള്ളവരെ പറ്റി പറയാനോ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ ഒന്നും ഓൽക്ക് സമയമില്ല. അപ്പോൾ ഒന്ന് ഒഴിവുണ്ടാവണം അല്ലേ? രണ്ടാമത്തതോ, അയാൾക്ക് ഈമാനിൻ്റെ ദൗർബല്യം ഉണ്ടാവണം. എത്ര ഒഴിവുണ്ടായാലും അയാൾ പറയില്ല, ഈമാനിൻ്റെ ദൗർബല്യം ഉണ്ടാവുമ്പോഴേ പറയുള്ളൂ. കേട്ടോ? പിന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന വ്യക്തിയോട് എന്തെങ്കിലും വൈരാഗ്യമോ വിദ്വേഷമോ അസൂയയോ പകയോ ഒക്കെ ഉണ്ടാവണം. അപ്പോഴാണ് ഇത്തരം തിന്മ വരിക. അതുകൊണ്ട് റസൂൽ പറയാം, ഇൻകാന ഫീഹി മാ തഖൂൽ, നീ പറയുന്ന കാര്യം അയാളിലുണ്ടെങ്കിൽ ഫഖദ് ഇഗ്തബ്ത, നീ എന്ത് ചെയ്തു? ഗീബത്ത് പറഞ്ഞു. വഇല്ലം യകുൻ ഫീഹി മാ തഖൂൽ, നീ പറയുന്ന കാര്യം അയാളിലില്ലെങ്കിലോ, നിന്റെ ദേഷ്യം കൊണ്ടും കോപം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അസൂയ കൊണ്ടും നീ പറഞ്ഞാണെങ്കിലോ, ഫഖദ് ബഹത്ത, നീ പച്ച കള്ളം അയാളുടെ മേൽ ആരോപിച്ചത്. ശിക്ഷകൾ അറിയണം. ഈ പാപത്തിന്റെ ശിക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും
പൂർവ്വസൂരികളായ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഗീബത്ത് പറയുന്നവനെ ആരായിരുന്നാലും, ആണായാലും പെണ്ണായാലും, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു അകറ്റിക്കളയും. അള്ളാഹിൻ്റെ കാരുണ്യം എന്താ? സ്വർഗം. അകറ്റിക്കളയും. ഗൗരവമല്ലേ വിഷയം? നമ്മൾ എത്ര ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും? റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റും. പിന്നെ റഹ്മത്തിൻ്റെ മലക്കുകളുമായുള്ള നമ്മുടെ ബന്ധം വിച്ഛേദിക്കും. ഗീബത്ത് പറഞ്ഞാൽ റഹ്മത്തിൻ്റെ മലക്ക് നമ്മളായിട്ട് അടുക്കൂല, പോലെ അകന്നു പോകും. അങ്ങനെയുണ്ട്. എത്ര പറയും ഒരു ദിവസം, ഇല്ലേ? പിന്നെയോ മരണസമയത്ത് അതികഠിനമായ വേദന അനുഭവിക്കും ഗീബത്ത് പറയുന്ന ആളുകൾ. മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞ് അത് പ്രചരിപ്പിച്ച് നടക്കുന്ന ആളുകൾക്ക് മരണവേദന കഠിനാവും കേട്ടോ. പിന്നെ നരകത്തോട് എപ്പോഴും ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും അവൻ ജീവിക്കുന്നതിനനുസരിച്ച് നരകവുമായി അടുക്കും. അതോടൊപ്പം സ്വർഗവുമായി അകലും. സ്വർഗവുമായി അകലുകയും നരകവുമായി അടുക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ തൻ്റെ അതുവരെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞും പോകും. ഉണ്ട്. ഇത് വേണം നമുക്ക് കൊണ്ടെടുക്കാം. മനുഷ്യന്മാർക്ക് പൂരിയ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാൻ. എന്തൊരു ഹര അറിയാം അല്ലേ? പിന്നെ അള്ളാഹു ആ മനുഷ്യന് നേരെ കോപിക്കും. പിന്നെ അയാളുടെ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിലൊക്കെ അയാൾക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ ചെറുതല്ല. റബ്ബിൻ്റെ കോപം അയാളിൽ ഇറങ്ങും. പിന്നെയോ നമ്മളൊക്കെ ഇപ്പം ജീവിക്കുന്നത് മലക്കുകളുടെ ഒരു സംരക്ഷണം നമ്മളുടെ മേലുണ്ട്. ഒരു ഹഫലത്ത് നമുക്കുണ്ട്. അത് പിൻവലിക്കും. ഗീബത്ത് പറയുന്ന ആളുകൾക്ക് മലക്കുകളുടെ സംരക്ഷണം അല്ലാഹു പിൻവലിക്കും. നിങ്ങൾ കണ്ടില്ലേ, ചില സന്ദർഭങ്ങളിലൊക്കെ മഹാമാരകമായ അപകടം നമുക്ക് പറ്റും, പക്ഷേ അത്ഭുതകരമായി രക്ഷപ്പെടും. ഉണ്ടല്ലേ? അത് മലക്കുകളുടെ സംരക്ഷണം. അത് എടുത്തു കളയും. എന്തൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞ് ഒന്ന് കേട്ടു അല്ലേ? നിങ്ങൾ ചിന്തിക്കണേ. ഇതൊക്കെ ഇല്ലാണ്ടാക്കുന്ന പണിയാണ് എന്ത് ഗീബത്ത് പറയൽ. അതുകൊണ്ട് അല്ലാഹ് പറയാം നമ്മളോട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇജ്തനിബു, നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ, കസീറൻ മിനല്ലൻ, മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള ഊഹം. ഓൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയൊന്നും ഊഹിക്കണ്ട കേട്ടോ, അത് ഒഴിവാക്കണം. ഇന്ന ഇജ്തനിബു കസീറൻ മിനല്ലൻ ഇന്ന ബഅലല്ലൻ ഇസ്മ്, നിങ്ങൾ ചിന്തിക്കുന്ന ഊഹിക്കുന്ന പലതും പാപമായിരിക്കും, ശരിയാവില്ല. കാരണം നമുക്ക് അതിനെപ്പറ്റി അറിവില്ല. നമ്മളിപ്പോൾ ഒരാൾ ഒരു ചില്ലറ മാറാൻ പോയി നിൽക്കുക. ഒരു ഉദാഹരണം, ഒരു കള്ളുഷാപ്പിൽ നിന്ന് അയാൾ ചില്ലറി മാറിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? അയാൾ കള്ളുടിച്ച് ഇറങ്ങിയിരിക്കും അല്ലേ? അതപ്പം തന്നെ പ്രചരിപ്പിക്കും. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ഗീബത്ത് പ്രചരിപ്പിക്കാൻ നമ്മുടെ മീഡിയകൾ കൂടുതലാണ് അല്ലേ? ആരെപ്പറ്റും എങ്ങനെ വേണമെങ്കിലും നശിപ്പിക്കുക അല്ലേ? പറഞ്ഞ് നശിപ്പിക്കാൻ കഴിയും. ഇവൻ അറിയുന്നില്ല ഒരു നിജസ്ഥിതി പോലും, ആ വിഷയത്തിന്റെ ശരിയായ രൂപം എന്താണെന്ന് പോലും പരിശോധിക്കാണ്ട് വിട്ടുകൂടുക. ചിലപ്പോഴൊക്കെ നമ്മൾക്കും പറ്റും. അപ്പം നമ്മളെ ചില സുഹൃത്തുക്കൾ പറയും അത് ഫേക്കാണ് മൂല്യം. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു ഹയറായിട്ടൊരു കാര്യമല്ലേ, മറ്റുള്ള അറിഞ്ഞോട്ടെ. അത് മറ്റുള്ളവരെ പല കുറ്റമല്ല കേട്ടോ. ചിലപ്പോൾ നമ്മളെവിടെ ഒരു രാജ്യത്തുണ്ടായ ഒരു അപകടം, ആ അപകടം മറ്റുള്ളവരെ അറിയുമ്പം നമ്മളെ രാജ്യത്തൊരു അപകടം വരുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താനുള്ളവർക്കായിരിക്കും ഞാനൊക്കെ അയക്കുക. അപ്പം എൻ്റെ ചില സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ആ സുഹൃത്ത് മൊലി അത് ഫേക്കാന്ന് പറയും. പിന്നെ ഞാൻ ആ പരിപാടി നിർത്തുകയും ചെയ്തു. ഫേക്ക് ഉണ്ടെന്ന് പറഞ്ഞ ശേഷം പിന്നെ ഞാൻ നിർത്തി, അയക്കല്ല ഒന്നും. കാരണം ഇതിൽ ഫേക്ക് ഹക്ക് ഏതാണ് ബാത്തിൽ ഏതാന്ന് നമ്മൾ തിരിയില്ല. നിങ്ങൾക്കൊക്കെ നോക്കാനും അറിയാം, എനിക്കത് നോക്കാനും അറിയില്ല, നമുക്ക് ആ ഇൽമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഗീബത്ത് പറഞ്ഞുകൊണ്ട് നടന്നുണ്ടാകുന്ന നഷ്ടങ്ങൾ ഒന്നെന്താ? റബ്ബിൻ്റെ കാരുണ്യം എടുത്തു കളയും. റബ്ബിൻ്റെ കാരുണ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരെ കാരുണ്യ പരലോകത്ത് കിട്ടുക? മലക്കുകളുമായുള്ള ബന്ധം, റഹ്മത്തിൻ്റെ മലക്കുകളുമായുള്ള ബന്ധം നഷ്ടപ്പെടും. മരണസമയം അള്ളാഹിൻ്റെ കഠിന വേദന ഇറങ്ങും. നരകത്തോട് എപ്പോഴും അടുത്തുകൊണ്ടിരിക്കും, സ്വർഗത്തിൽ നിന്ന് എപ്പോഴും അകലും. പിന്നെ നമ്മൾ ചെയ്ത നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, സദക്ക, ഇതൊക്കെ പൊളിഞ്ഞു പോകും. ഒന്നുമില്ലാണ്ടേ പോവുക മയ്യത്ത്. ഇനി വേണോ ഇത്? ഇനിയും പറയണമെന്നുണ്ടോ? പറഞ്ഞോട്ടോ. അപ്പൊ അല്ലാഹ് പറയാം, ഇന്ന ബാലല്ലീസ് ഫലാ തജസ്സസു, നിങ്ങൾ എന്ത് ചെയ്യരുത്? ആരുടെയും രഹസ്യം ചുഴിഞ്ഞന്വേഷിക്കരുത്. നമ്മളോട് പറയല്ല. ഇത് സൂറത്തുൽ ഹുജറാത്തിൽ 12-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞതാ.
എങ്ങനെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? വിശ്വാസികളിലും ഈ തരം അപാകതകൾ വരും. അതുകൊണ്ട് എന്ത് വേണം? ലാ തജസ്സസു, ഒരാളുടെയും രഹസ്യം ചുഴിഞ്ഞന്വേഷിക്കരുത്. അയാളെങ്ങനെ, ഇയാളെങ്ങനെ, അയാളെങ്ങനെ ആയിക്കോട്ടെ, അയാളെ കബർ ആയിക്കോട്ടെ, നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. വലാ തജസ്സസു, അയാൾ എന്താ അവിടെ പോകാത്ത, ഇയാളെന്താ ഇപ്പം പണിക്കുള്ളില്ലേ, അവൻ നമ്മൾ അന്വേഷിക്കണ്ട. അയാൾ പണിക്കുള്ളിയും പോണ്ട കേട്ടോ. അയാൾ അവിടെ പുറത്താക്കിയിട്ട് തോന്നുന്നു, അവൻ നിങ്ങൾ പറയണ്ട കേട്ടോ. പറഞ്ഞാലൊന്നുമില്ല, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും പറയുമ്പം, പക്ഷേ മയ്യത്ത് അങ്ങോട്ട് പോകുമ്പം ഇടങ്ങാറാവും കേട്ടോ. വിസ ഇല്ലാണ്ട് ഗൾഫ് പോയി ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ വിസ ഇല്ലാണ്ട് ഗൾഫ് പോയി ഇറങ്ങിയാൽ അവിടുത്തെ പണിഷ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ എന്തായാലും നരകത്തിലേക്ക് വലിച്ചെറിയും കേട്ടോ. അള്ളാഹിന്റെ റസൂല് ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സ്വർഗവും നരകവും കാണിച്ചു കൊടുത്തു. അപ്പൊ നരകം കാണിച്ചു കൊടുത്തപ്പോൾ റസൂല പറയാം, കുറെ ആളുകൾ യഹ്മിഷൂന വുജൂഹഹും ബി അൽഫാരിയും, സ്വന്തം മുഖം നഖം കൊണ്ട് വലിച്ച് മാന്തുകയാണ്. എന്നിട്ട് രക്തം അങ്ങനെ വാർന്നൊഴിക്കുന്ന നബി കാണുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, മൻ ഹൗലായിൽ കൗം, ആ മുഖം വലിച്ചു കയറി രക്തം ഒലിപ്പിക്കുന്ന ആളുകൾ ആരാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, അവർ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് മറ്റുള്ളവരുടെ പച്ച മാംസം തിന്നവരാ, ഗീബത്ത്. ഒരു ശിക്ഷ നബി കാണിച്ച് നമ്മളോട് പറഞ്ഞു തരാം. അത് അതിൽ നിന്ന് ഒയ്യാനാ. അതുകൊണ്ട് എന്ത് വേണ്ട? മറ്റുള്ളവരുടെ രഹസ്യം അന്വേഷിക്കരുത്. വലാ യഗ്തബ് ബഅ്ലുക്കും ബഅ്ല, നിങ്ങൾ എന്താക്കരുത്? പരസ്പരം ഗീബത്ത് പറയരുത്. ഖുർആനാ പറയുന്നത്. എന്നിട്ട് അല്ലാഹ് ചോദിച്ച ചോദ്യം എന്താ അറിയോ? അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, അയുഹിബ്ബു, ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് പറയുന്നതോട് ചോദിക്കുക, അയുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്ത്? അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിന്റെ സ്വന്തം ജ്യേഷ്ഠൻ അല്ലെങ്കിൽ നിന്റെ സ്വന്തം സഹോദരൻ മരിച്ച് എടുത്തു കിടത്തിയതിന്റെ ശേഷം ആ മയ്യത്ത് മാന്തി തിന്നാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതുപോലെ ഗീബത്ത് പറഞ്ഞാൽ മതി. അത് തിന്നണേ സമാണ്. മയ്യത്ത് മാന്തി തിന്നതിന് സമാണ് മറ്റുള്ളവരെ പറ്റി ഗീബത്ത് പറഞ്ഞു. ഇത് ഈ പള്ളി കണ്ട് അറിഞ്ഞാലേ ഇപ്പം തന്നെ തുടങ്ങും. അവിടെ തന്നെ പുറത്തു നിന്നിട്ട് മൂലിയൊക്കെ പറഞ്ഞോട്ടെ, അത് നിങ്ങൾ നോക്കണ്ട, നമുക്ക് ഇത് പറയാൻ എൻ്റെ അഭിപ്രായം. അതിൽ ഹലാലും ഉണ്ട്. ചില ചീത്താന്മാരും അത് പറയുന്ന പറയുന്നത് ഹലാലുള്ളതുണ്ട്, ഹറാമുള്ളതുണ്ട്. ഹലാലുള്ള ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതാ ഹലാല്. അള്ളാന്റെ ദീനിനെ പൊളിക്കാൻ ഒരാൾ ഇറങ്ങിത്തിരിക്കുകയാണ് എങ്കിൽ ആ കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തണം. അയാൾ ഇന്ന തരത്തിൽ നമ്മൾ അള്ളാന്റെ ദീൻ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അത് പറയും. അതല്ലാത്ത ഒക്കെ ഗീബത്താണ് കേട്ടോ. അപ്പൊ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ, പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർ ഇങ്ങനെ കാത്തുക്കും തൻ്റെ അതേ സമാന കൂട്ടാളികളെ. അപ്പൊ ഗീബത്ത് പറയുന്നതിന് ഒരു പ്രധാന കാരണം എന്താ അറിയോ? റസൂലുള്ള പറഞ്ഞ ഒന്ന് കൂട്ടാളികളാണ്. നന്മ കുറഞ്ഞുപോയ കൂട്ടാളികളുമായുള്ള സൗഹൃദം, അത് ഗീബത്ത് പറയുന്നതിനൊരു കാരണം. നല്ല മനുഷ്യന്മാരോടോ നമ്മളിപ്പോൾ ഒരു ഗീബത്ത് പറഞ്ഞു നിൽക്കുക, ആ ഒരു മുഅ്മിനായ മനുഷ്യനോട് നിങ്ങൾ പറഞ്ഞു നിൽക്കുക, അയാൾ എന്താ ചെയ്യുക? റസൂലുള്ള പറയാം, മൻ ദബ്ബ ലഹ്മ അൻ ലഹ്മി അഖീഹി ബിൽ മഗീബ, ഒരു സഹോദരന്റെ മാംസം അയാളുടെ അഭാവത്തിൽ തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ പ്രതികരിക്കും. ആര്? ഈ മുഅ്മിൻ പ്രതികരിക്കും. മൻ ദബ്ബ അൻ ലഹ്മി അഖീഹി ബിൽ മഗീബ, അങ്ങനെ നിങ്ങൾ പ്രതികരിച്ചാലോ കാന അലല്ലാഹി അൻ യൂതിഖഹു മിനന്നാർ, അള്ളാഹുവിന്റെ ബാധ്യതയാണ് അത്രേ ആ പ്രതികരിച്ച മനുഷ്യനെ നരകത്തിൽ നിന്ന് ഒഴിവാക്കൽ. ഇങ്ങനെ രണ്ട് കാര്യം പഠിച്ചു വെച്ചാൽ നമ്മളൊരാൾ വന്ന് പറയില്ല, പ്രതികരിക്കും. അങ്ങനെ അയാൾ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ജീവനോട് പറഞ്ഞു പറയില്ലേ, അത് പറയുക. നമ്മളെന്താ ചെയ്യുക? നമ്മൾ ഓനെ മൂട്ടി കൊടുക്കുക. എന്നിട്ട് അത് ശരി അങ്ങനെയല്ലേ, ഓഹോ ഞാൻ അറിയുകയും കേട്ടോ ഇയാൾ ഇങ്ങനെയെന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ഓനെ ടൈറ്റാക്കിയിട്ട് അല്ലേ. ഇതിപ്പം എനിക്കുണ്ട് ഈ രോഗം, നിങ്ങൾക്കുണ്ട് ഈ രോഗം, രാഷ്ട്രീയക്കാർക്കുണ്ട്, മതരംഗത്തുള്ളവർക്കുണ്ട്, പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ആർക്കും ഉണ്ടാവും. ഇത് ഇത്രയും വലിയ ശിക്ഷയുള്ള കാര്യമാണെന്ന് അറിയുന്ന പണ്ഡിതന്മാർക്കുണ്ട് പറഞ്ഞാൽ പിന്നെ എൻ്റെ അർത്ഥം എന്താ? ഇത്രയും വലിയ ശിക്ഷ കിട്ടുന്ന കാര്യമാണെന്ന് അറിയുന്ന പണ്ഡിതന്മാർ പോലും ഇത്തരം ഗീബത്ത് പറയാറുണ്ട് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് റസൂലുള്ള പറയുന്നത് ലാ തുൻജിഉർ റഹ്മ, കാരുണ്യം അല്ലാഹു നീക്കിക്കളിയില്ല, ഇല്ലാ മിൻ ഷഖി, ഏറ്റവും വലിയ ഹതഭാഗ്യവാനല്ല, ഏറ്റവും വലിയ ഹതഭാഗ്യവാനാണ് ആ ഓൽക്കേ അള്ളാന്റെ കാരുണ്യം നീക്കുള്ളൂ. അവനാരാ? അള്ളാന്റെ കാരുണ്യം നീക്കണ ആരാ? ഗീബത്ത് പറഞ്ഞത് ഓൽ അള്ളാന്റെ കാരുണ്യം നീക്കുന്നല്ല നമ്മൾ തുടങ്ങിയത്. അവനാണ്
ഭൂമിയിൽ ജീവിച്ച നിർഭാഗ്യവാൻ. ഇനി ഇത് പറയണോ വേണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുക കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കെന്താ അറിയോ? മൻകാന യുഅ്മിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, നല്ലതേ പറയാവൂ. ഇനി നല്ലത് പറയാനില്ലല്ലോ ഔലി യസ്ബുത്ത്, മിണ്ടാണ്ടെന്ന് പറഞ്ഞു. ഒരാളെപ്പറ്റി നല്ലത് പറയാനില്ല, നിങ്ങൾ അയാളെ പറ്റി ഒന്നും പറയണ്ട കേട്ടോ. നിങ്ങൾക്ക് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ, വിശ്വാസത്തിലേയും പറഞ്ഞോ, അപ്പോൾ ഇതൊക്കെ വാങ്ങാം കേട്ടോ. ഞാൻ വാങ്ങാന്നുള്ളതൊക്കെ അല്ല ഞാൻ പറയുന്നത്, വാങ്ങാതിരിക്കാനാണ് ഞാൻ ഇത്രയും കാര്യം വിശദമായി പറയുന്നത്. അപ്പം അതുകൊണ്ടല്ല എന്താ പറഞ്ഞത്, നമ്മൾ പച്ച മാംസം ഒരു സ്വന്തം സഹോദരന്റെ മയ്യത്ത് എടുത്ത് കെടുത്തിയിട്ട് അത് മാന്തി തിന്നാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ചെയ്താൽ മതി. അത് പറഞ്ഞിട്ടല്ല ആയത്ത് അവസാനിപ്പിക്കാൻ അറിയാം, വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണേ. ഇത് പറയുന്ന ആൾക്കാർ അള്ളാഹിനെ സൂക്ഷിക്കണേ. എന്നിട്ട് വീണ്ടും പറയാ, അല്ല ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു തവ്വാബാണ്. എന്താണ് പറയാൻ കാരണം? ഇത്രയും കാലം പറഞ്ഞു പോയി. ഇപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? അമലെല്ലാം പൊളിഞ്ഞു പോവും, നിഷ്ഫലമാവും, മയ്യത്തിന്റെ കൂടെ ഉണ്ടാവില്ല. അപ്പൊ എന്ത് വേണം? ഇന്നും എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. തൗബ ചെയ്യാൻ എന്ത് വേണം? ആരോട്? അള്ളാഹിനോട് പറയണം. ഗീബത്തിനുള്ള പ്രശ്നം അതാ. നിങ്ങൾ വ്യഭിചരിച്ചാൽ അള്ളാഹിനോട് മാത്രം പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അൽ ഗീബത്ത്, പരദൂഷണം എന്താണ്? അശദ്ദു മിനസ് സിനാ, സിനയേക്കാൾ മാരകമാണ്. കാരണം കുടുങ്ങയില്ല. ഇത് നമ്മൾ വലിയ തെറ്റായി കാണും വ്യഭിചാരം. പക്ഷെ മറ്റുള്ളവരെ പറ്റി ഗീബത്ത് പറഞ്ഞോ, അതിങ്ങനെ പറഞ്ഞു പോകില്ല. ചിലരൊക്കെ ചായപ്പൊടിയൊക്കെ കയറി കുത്തിരിക്കും, കട്ടൻ ചായ വാങ്ങും, മറ്റവൻ്റെ ഇറച്ചിയും തിന്നും, ഇടയ്ക്കിടയ്ക്ക് ഇത് കുടിക്കുകയും ചെയ്യും. അത് നമ്മൾ ടൗണിൽ കുറച്ച് കുറവായിരിക്കും. പക്ഷെ സുബൈക്ക് ഇപ്പോൾ കുറേ ആൾക്കാർ പള്ളിയിൽ കയറുന്നുണ്ട്. ഓല് സുബൈ കഴിഞ്ഞാൽ ഒരു ഇറക്ക പത്തിരി തിന്നാൻ, പൊരിച്ചത്തിരി അല്ലേ? ആ പൊരിച്ചത്തിരി തിന്നാൻ പോകുന്നുണ്ട്, പത്തിരി പാത്രത്തിൽ ഇറച്ചി ഉണ്ടാവും കേട്ടോ. നോക്കാം നമുക്ക്. ഇതൊരു ഗൗരവമുള്ള വിഷയം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. കാരണം ഈ പള്ളിയിൽ ജുമാക്ക് വന്ന ഞാനും നിങ്ങളും തൽക്കാലം ഇതൊന്ന് നിർത്തിയേക്കണം കേട്ടോ. നമ്മളിത് പ്രചരിപ്പിക്കും വേണം. നമ്മളെ കുടുംബത്തെ ഒരാൾ ഇങ്ങനത്തെ വിഷയം, നമ്മളെ ഉമ്മയെ, നമ്മളെ അമ്മായിമേ, നമ്മളെ മരുവനോ ആര് വന്ന് പറഞ്ഞാലും, മരുവൻ പറഞ്ഞാൽ ഞങ്ങൾ മിണ്ടൂല. കാരണം എന്താ? മൂക്ക് ബാധിക്കും. അതുകൊണ്ട് മരുവൻ ഇല്ലാത്തൊന്നും പറയില്ല. അപ്പം ഇല്ലാത്തത് പറയണ്ട. മറ്റേ ആൾക്ക് വെറുപ്പുണ്ടാകുന്ന, വിഷമുണ്ടാകുന്ന കാര്യം പറഞ്ഞാൽ ഗീബത്താണ്. ഇപ്പം വിഷയം മനസ്സിലായോ? നമ്മളൊക്കെ വിചാരിക്കുന്നതിൻ്റെ മാതിരിയല്ല അള്ളാഹിൻ്റെ റസൂലും ഇസ്ലാമും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ് തൗബാബാണ്, തൗബ സ്വീകരിക്കാം. നിങ്ങൾ തൗബ ചെയ്തോളി അള്ളാഹിനോട്. പിന്നെ ഇത് പറഞ്ഞവനോടോ അതും വേണം. ആരെപ്പറ്റിയൊക്കെ പറഞ്ഞു അങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ കുത്തുന്നത് പറയുക ഖത്തറിലുള്ളവനെ പറ്റിയായിരിക്കും. അവൻ അവിടുത്തെ പോണ്ടി വരും അല്ലേ? പക്ഷെ നിങ്ങൾ പറഞ്ഞോളി അള്ളാഹിനോട്, പഠിച്ചവനെ ഞാൻ പറഞ്ഞ ആൾ ഖത്തറിലാണ്, എനിക്ക് പോകാനുള്ള കഴിവില്ല, ഞാൻ അയാൾ വന്നാൽ തീർച്ചയായിട്ടും അയാളോട് ഞാൻ തൗബ ചോദിക്കും കേട്ടോ. അങ്ങനെ ചെയ്യാം. മരിച്ചു പോയതും അങ്ങനെ തന്നെ. അള്ളാഹുവെ തൗബ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അയാളോട് മാപ്പ് അപേക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ അയാൾ മാപ്പ് ചോദിക്കാൻ ഭൂമിയിലില്ല പഠിച്ചവനെ, അതുകൊണ്ട് നീ പുറത്തു തരണം, അങ്ങനെ പറയണം കേട്ടോ. മരിച്ചു പോയാൽ അങ്ങനെ ആവാം, വിദേശങ്ങളിലുള്ള ആളോട് ഇങ്ങനെ ആവാം. പക്ഷേ ഇനി പറയാതിരിക്കുകയും വേണം കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെ കഴിയൂല അല്ലേ? നമ്മൾ ചായ കുടിച്ചില്ലെങ്കിൽ ഉള്ള ദീപത്ത് കുറച്ച് വേണം. നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പട്ടിണി കിടന്നാലും ഇത് പറയും, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. റസൂലുള്ളാഹിന്റെ കാലത്ത് വരെ അങ്ങനെ. ഈ വിഷയം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂർവ്വസൂരികളിൽപ്പെട്ട സലഫു സാലിഹുകളിൽ ഏറ്റവും സുപ്രധാനിയായ മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ല ഈ വിഷയത്തിന്റെ ഗൗരവം പഠിപ്പിച്ചെന്നുകൊണ്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയാം, വക്കം തറ റജുലുൻ മുതവര്രിയുൻ അനിൽ ഫവാഹിഷി വല്ലുൽ. വക്കം തറ, നിങ്ങൾ എത്ര കാണുന്നു, റജുലൻ മനുഷ്യന്മാരെ, മുത്തവര്രിയുൻ അനിൽ ഫവാഹിഷി, തോന്നിവാസങ്ങളിൽ നിന്ന് വിട്ടുക്കുന്ന അല്ലേ? നമ്മളൊന്നും ഇപ്പോൾ തോന്നിവാസമൊന്നും പോക്കില്ല ഉണ്ടോ? അതിനൊക്കെ വിട്ടുക്കും. വല്ലുൽമ്, ആരെയും ആക്രമിക്കലുമില്ല. അതിനൊക്കെ വിട്ടുക്കുന്ന എത്ര ആളുകളാണുള്ളത്. എന്നാലോ ലിസാനുഹു യഖ്രിഫു അഹ്റാൽ അഹിയായി വൽ അംവാത്, അവരുടെ നാവ് എല്ലാ തിന്മകളിലും വിട്ടുക്കുന്ന ആളാണ്. എന്നാലും അവരുടെ നാവ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും പറ്റി ഇഷ്ടം പോലെ അവരുടെ അഭിമാനക്ഷതം നടത്തും അല്ലേ? അഭിമാനക്ഷതം നടത്തും. മരിച്ചുപോയവരെ പറ്റി വരെ പറയും. മരിച്ചുപോയവരെ പറ്റി പറയാം. അതാരെപ്പറ്റി? ഇസ്ലാമിൻ്റെ ശത്രുവായി മരിച്ചുപോയ അല്ലേ? ഇസ്ലാമിനെ തകർത്ത് മരിച്ചുപോയ ആളാണെങ്കിൽ ഉദാഹരണങ്ങളായി ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഖുർആനിൽ തബ്ബത്ത് യദാ അബീ ലഹബ്, അതിൻ്റെ അർത്ഥം എന്താ?
അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. എന്തുകൊണ്ടാണ്? അത് ഗീബത്താണോ? അല്ല. എന്തുകൊണ്ട്? അബൂ ലഹബ് അള്ളാഹുവിന്റെ പ്രവാചകനെ 23 കൊല്ലക്കാലം മുൾമുനയിൽ നിർത്തിയ ഏറ്റവും വലിയ മുശ്രിക്കും ശത്രുവുമാണ്. വിശുദ്ധ ഖുർആൻ ഉള്ള കാലത്തോളം, മുസ്ലിങ്ങൾ ഉള്ള കാലത്തോളം മുസ്ലിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുകയാണ് തബ്ബത്ത് യദാ അബീ ലഹബ്. അബൂ ലഹബ് അത് ഗീബത്തല്ല. കാരണം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിന് അള്ളാഹുവിന്റെ ശാപം വർഷിച്ചിട്ടുണ്ട്. അതറിയിച്ചതാണ്. നമ്മൾ ഇസ്ലാമിന്റെ ശത്രുക്കളാകാതിരിക്കാണ്. പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വലാ യുബാലി മാ യഖൂൽ, അവർ പറയുന്നതിന്റെ ഗൗരവം മനുഷ്യന്മാർ ഉൾക്കൊള്ളുന്നില്ല. ആ ഗൗരവം ഉൾക്കൊള്ളിച്ചപ്പോൾ ഞാൻ ഇത്രയും നേരം ഗീബത്ത് പറയുന്നതിന്റെ ഗൗരവമാണ് ഞങ്ങളോട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് വലാ യുബാലി മാ യഖൂൽ, എന്താണ് ഇയാൾ പറയുന്നത് ഈ സാധു മനുഷ്യൻക്ക് അറിയില്ല. വലാ യദ്രി ഹൗലായി, ഈ മനുഷ്യന്മാർ അറിയുന്നില്ല അന്ന കലിമത്തം വാഹിദത്തൻ യുംകിനു അൻ തഹബത്ത ജമിഅൽ. ഈ സാധു അറിയുന്നില്ലെന്ത്? അന്ന കലിമത്തൻ വാഹിദത്തൻ, ഒരൊറ്റ ഗീബത്തിന്റെ ഒരൊറ്റ വാക്ക്, എന്ത്? കലിമത്തൻ വാഹിദത്തൻ യുംകിനു, അതെന്ത് ചെയ്യും? അത് പര്യാപ്തമാണ്. എന്തിന്? അൻ തഹബത്ത ജമിഅൽ അഅ്മാൽ, നിന്റെ എല്ലാ സൽക്കർമ്മങ്ങളും പൊളിക്കാൻ. ഇനിയൊന്നും ഉണ്ടാവില്ല. ഒരൊറ്റ വെള്ളിയാഴ്ച പോരെ ഇത് പറയില്ലേ? പോരെ? മനസ്സിലായില്ല? വെറുതെ പിടിയെ കുത്തിരിക്കുന്നവര് പറയില്ലേ? ഇപ്പൊ നിങ്ങൾ പൈസ തരാനുള്ളവനാ, ഉള്ളതാണ് തരാനുള്ള. പക്ഷെ നിങ്ങൾ ആ പൈസ തരാനുള്ള കാര്യം ആരോടാ പറഞ്ഞത്? നിങ്ങളെ പീടിയിൽ വന്ന വേറൊരു കൂട്ടുകാരനോട്. കേട്ടോ? പ്രചരിപ്പിക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കേട്ടോ? അപ്പൊ എന്താ ഉണ്ടാവുക? ഇവിടെ തിന്മ പ്രചരിപ്പിക്കുന്ന കാലാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഗീബത്ത് ഞാൻ പറഞ്ഞില്ലേ, വ്യഭിചാരത്തെക്കാൾ ഇടങ്ങൾ ഓടിച്ച സംഗതിയാണ്. കേട്ടോ? അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം പഠിക്കുകയും അതോടൊപ്പം ഇതിൽ നിന്നെല്ലാം പിന്മാറുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇത് നിങ്ങൾ വിചാരിക്കേണ്ടത് നമ്മളിൽ മാത്രമല്ല, ലോകം ഉണ്ടായ മുതൽ ഈ സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. ഈ തരം സ്വഭാവത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വോത്തരമായൊരു ഖുത്ബ നടത്തിയിട്ടുണ്ട്. അറിയാലോ, ലോകപ്രസിദ്ധമായ ഒരു ഖുത്ബ പ്രവാചകന്റെ ഉണ്ട്. അതെന്നാ? ഹജ്ജത്തുൽ വിദായിൽ, നബിയുടെ അവസാനത്തെ ഹജ്ജ് കർമ്മ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗം. അതിലെ വരികൾ കേട്ടണങ്ങൾ, റസൂലുള്ളാഹിന്റെ വരികൾ, ആ പ്രസംഗത്തിലെ വരികൾ കേട്ടോളൂ. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും ബൈനക്കും ഹറാം, നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ രക്തം പാവനമാണ്, അത് ചോരരുത്. ഗീബത്ത് പറഞ്ഞാൽ അവന്റെ അഭിമാനം ചോരുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഉന്നതമായ പ്രവാചകന്റെ പ്രസംഗത്തിലെ വരികളാണ്. അത് ഏതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ അഭിമാനം കാക്കണം എന്നറിയോ? കഹുർമത്തി യൗമിക്കും ഹാദ, അറഫാ ദിവസത്തിന്റെ പവിത്രത പോലെ കാക്കണം. ഒഫി ഷഹരിക്കും ഹാദ, ഈ ഹജ്ജ് മാസത്തിന്റെ പവിത്രത പോലെ മറ്റുള്ളവരുടെ അഭിമാനം കാക്കണം. പിന്നെ ഒഫി വലദിക്കും ഹാദ, ഈ കാബ നിൽക്കുന്ന മക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ പവിത്രത പോലെ നിങ്ങൾ അവന്റെ അഭിമാനം കാക്കണം, സഹോദരന്റെ. ഇനി എന്താ പറയണ്ടത്? ഇനി എങ്ങനെ പറയണം റസൂല്? എന്നിട്ട് പറയാ വഖൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ എല്ലാവരും ഏകോദര സഹോദരന്മാരായി ജീവിക്കണം. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ, എല്ലാ മുസ്ലിങ്ങൾക്കും മറ്റൊരു മുസ്ലിമിന്റെ മേൽ പവിത്രമാണ് എന്ത്? ദമുഹു, അവന്റെ രക്തം, വ മാലുഹു, അവന്റെ ധനം, വ ഇർലുഹു, അവന്റെ അഭിമാനം. ഇതൊക്കെ പാവന, ചോരരുത്, കവരരുത്. കേട്ടോ? അങ്ങനെ ജീവിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം എന്താ? നമ്മൾ ശീലിച്ചത് നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയോ? അള്ളാനെ ഓർത്താൽ മതി, ഈ പറഞ്ഞ ശിക്ഷയും ഓർത്താൽ മതി. നാവ് തുറക്കുമ്പോഴേക്കും. കേട്ടോ? ഒരിക്കലും ആ നിലക്ക് ജീവിക്കരുത്. അതുകൊണ്ടാണ് ഈ വിശുദ്ധ ഖുർആൻ ഞാൻ ഓതി വെച്ച സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ, ഊഹം ഒഴിവാക്കണം, നിങ്ങൾ ചാരപ്പണി എടുക്കരുത്, ചുഴിഞ്ഞന്വേഷിക്കരുത്, മറ്റുള്ളവരെ പരിദോഷണം പറയരുത് എന്നൊക്കെ പറഞ്ഞ ആയത്തില്ലേ, അതിനെ റസൂലുള്ള വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു ഇയ്യാക്കും വല്ലൻ, ഊഹം സൂക്ഷിക്കണം കേട്ടോ, മറ്റുള്ളവരെ പറ്റി ഊഹിച്ച് സംസാരിക്കരുത്. ഫൈനൽ ലുൽമ അക്ദബുൽ ഹദീസ്, വർത്തമാനങ്ങളിൽ ഏറ്റവും കളവായ വർത്തമാനം ഊഹിച്ചു പറയലാണ്. എന്നിട്ട് പറയാ വലാ തജസ്സസു, നിങ്ങൾ മറ്റുള്ളവരെ പറ്റി ചാരവൃത്തി നടത്തരുത്. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയപ്പെടരുത്. വലാ തനാഫസു, നിങ്ങൾ പരസ്പരം വഴക്കടിക്കരുത്. വഴക്കടിക്കുന്ന ആളുകൾ തമ്മിൽ പിന്നെന്തുണ്ടാവും? ഗീബത്ത് വരും അല്ലേ? ഓൻ അങ്ങനെയാണ്, ഓൻ ഇങ്ങനെയാണെന്ന് പറയില്ലേ? അതിനെന്താ വേണ്ടത്? നിങ്ങൾ വടക്കടിക്കരുത്. പിന്നെ വലാ തബാഗലു, പരസ്പരം വൈരാഗികളാവരുത്. വലാ തദാബറു, നന്മ ഉള്ള വിഷയങ്ങൾ നിങ്ങൾ പിന്നോട്ട് അടിക്കരുത്. ഓൻ ചെയ്തോട്ടെ ഞാനില്ലാറുണ്ട് കേട്ടോ.
അതൊക്കെ ഗീബത്ത് പറയുന്നതിന് കാരണമാവും. തെറ്റിയാൽ പിന്നെ നമ്മളങ്ങനാണല്ലോ അല്ലേ? തെറ്റിയാൽ പിന്നെ മുനാഫിക്കായി മാറും അല്ലേ? അല്ലേ? റസൂൽ എന്താ പറഞ്ഞു മുനാഫിക്കിന്റെ അടയാളം? ഓനെന്ത് ചെയ്യും തെറ്റിയാൽ? വൈദാ ഹാസമ ഫജറ ഉണ്ടാവും. പരസ്പരം തെറ്റിയാൽ ഫജറ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സംസാരമൊക്കെ നെറികേടാവും. ഇതൊക്കെ ഗീബത്താണ്. അപ്പൊ എന്തുണ്ടാവും? നരകം അടുക്കും, സ്വർഗം അകന്നു പോകും, റസൂലുള്ളാഹിന്റെ കാരുണ്യം അകറ്റപ്പെടും, മലക്കുകളുടെ സംരക്ഷണം ഒഴിവാവും. എന്തൊക്കെ വരാൻ പോകുന്നത് ശിക്ഷ അല്ലേ? അള്ളാഹു ഇതുവരെ വന്ന മുഴുവൻ ഇത്തരം പാപങ്ങളിൽ നിന്നും തൗബ ചെയ്യുകയും അതോടൊപ്പം അള്ളാഹുവിനോട് തൗബ ചോദിക്കുകയും വ്യക്തികളോട് തൗബ ചെയ്യുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ജീവൻ നയിച്ച് ഒരു പരിശുദ്ധമായ മയ്യത്തായി നമ്മുടെ വീട്ടിൽ നിന്ന് മയ്യത്ത് പടിയിറങ്ങാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്കും അനുഗ്രഹവും നൽകുമാറാകട്ടെ. ഇതുവരെ വന്നുപോയ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫഅലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, നാം മേൽ സൂചിപ്പിച്ച മുഴുവൻ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൽബിൽ തൊട്ടുകൊണ്ട് ആമീൻ പറയാൻ കഴിയണം. ഇത് ഇത്തരം തിന്മകൾ നിങ്ങളുടെ മുഖത്തൊന്നും വലിയൊരു വെളിച്ചം കാണുന്നില്ല. കാരണം എല്ലാവരും ഉണ്ടാവും. എനിക്കും വലിയ വെളിച്ചം. നിങ്ങൾ വിചാരിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്കാണ്. ഇത് പറയുമ്പോൾ എനിക്കും പേടിയുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. നിങ്ങളുടെ മുഖത്തൊന്നും അത്ര പ്രകാശം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആമീന് അത്ര ഒരു ഉഷാറുമില്ല. മറ്റത് അള്ളാഹു നമ്മളുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച നിങ്ങളുടെ ആമീൻ പള്ളി കുലുങ്ങും. നമ്മളുടെ ഈ പോരായ്മകളൊക്കെ അള്ളാഹു മാപ്പാക്കട്ടെ അറിഞ്ഞപ്പോൾ നിങ്ങളൊരു ആമീൻ ഓരോ എന്ന ആമീനാ. ഏതാട്ടെ, ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പൊതുവരെ പറഞ്ഞത് നമ്മൾ മൊത്തത്തിലാണ്. ഇനി സ്ത്രീകൾക്കിത് ഭയങ്കര കേട്ടോ. നമ്മളെ പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങൾ കഴിച്ചിലാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താ അറിയാം? ആയിഷ റളിയല്ലാഹു പറയാം, ഒരിക്കൽ സഫിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതല്ല. ആയിഷ ബീവി സഫിയ റളിയല്ലാഹു നിങ്ങൾക്കറിയാലോ. സഫിയ ഒരു കുറിയ പെണ്ണാണ്, നീളമില്ലാത്ത കുറിയ പെണ്ണാണ്. ആയിഷ ബീവി അത്യാവശ്യം നീളമുള്ള ആളാണ്. അപ്പം ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ വേറൊരു ഭാര്യയാണ് ആര്? സഫിയ. എന്ന് മാത്രമല്ല അവർ ജൂത സ്ത്രീയാണ്, മുസ്ലിം ആയതാണ്. റസൂലുള്ളാഹി നിർബന്ധിത സാഹചര്യത്തിൽ വിവാഹം കഴിയാണ്. അപ്പോൾ ആയിഷ ബീവി ഒരാക്ഷൻ കാണിച്ചു. ഒരാക്ഷൻ ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ സഫിയനെ പറ്റി പറഞ്ഞപ്പോഴേ, സഫിയ അത്ര മുന്തിയ ആളൊന്നല്ല. പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, റിയാക്ഷൻ കാണിക്കുമവർ. നിങ്ങളോട് കാണിക്കില്ലേ നിങ്ങളെ ഭാര്യമാര്? ഇപ്പം നിങ്ങളൊരു പുരേ ചെന്നാൽ അവിടുന്ന് ഇറങ്ങാനായാൽ ഓലൊരു ആക്ഷൻ തരും അല്ലേ? അല്ലാണ്ട് തൊള്ളോണ്ട് പറയൊന്നും വേണ്ട. അല്ലെങ്കിൽ ഓല ഒരു മുഖം കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇപ്പം ഇവിടുന്ന് ഇറങ്ങാനായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇപ്പം ദൈവം പറയുന്നത് അല്ലേ? അതുപോലെ നിങ്ങൾ അറിയേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മഹാത്തുൽ മുഅ്മിനാത്തായ ആയിഷ ബീവിയുടെ കഥ ഞാൻ പറയുന്നു. അപ്പോൾ ആയിഷ ബീവി ആ കുറിയ പെണ്ണല്ലേ എന്നുള്ളതിലേക്ക് ഒരു ആക്ഷൻ കാണിച്ചു. റസൂൽ ഈ ആക്ഷൻ കണ്ടു. ഇനിയാണ് ചികിത്സ. കേട്ടോളികൾ. റസൂൽ പറയാ, ലക്കത് കുൽത്തി, നീ പറഞ്ഞു എന്നാ പറഞ്ഞു. ആക്ഷൻ അല്ല, നീ ആക്ഷൻ കാണിച്ചു അല്ല റസൂൽ പറയുന്നത്. ലക്കത് കുൽത്തി, നീ പറഞ്ഞു കലിമത്തൻ, ഒരു പദം. ഒരു പദം പറഞ്ഞില്ല കേട്ടോ, ആക്ഷൻ കാണിച്ച. പക്ഷേ ഒരു പദം ഉണ്ട് ഇല്ലേ? അപ്പോഴോ ലൗ മുസിഹത്ത് ബി മാഇൽ ബഹർ, സമുദ്രജലത്തിൽ നിന്റെ വാക്ക് ലയിപ്പിക്കുകയാണെങ്കിൽ ലം മുസിഹത്ത്, അത് വിഷലിപ്തമാവും. എന്താ പറഞ്ഞേ? നീ പറഞ്ഞ ആക്ഷനില്ലേ? അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ നമ്മളിവിടുത്തെ അറബിക്കറിലൊക്കെ ഉണ്ടല്ലോ, അത് എന്നോ വിഷമമായിട്ടുണ്ടാവും. അത്രമാത്രം പറയും. വലിയങ്ങാടിയിലൊക്കെ അല്ലേ, ഒരുപാട് ആൾക്കാർ കച്ചവടക്കാരുണ്ട് വലിയങ്ങാടിയിൽ അല്ലേ? അപ്പോൾ സ്വാഭാവികമാണ്. വലിയങ്ങാടി മാത്രമല്ല, എല്ലാ അങ്ങാടിയും. ഞങ്ങാടി വേണമെന്നില്ല, പൊരേ കുത്തുകാർ പറയും അല്ലേ? അവനാന്റെ ഭാര്യയോട് വരെ പറയും. ഇളയച്ചൻ മൂത്തച്ഛനെ പറ്റി പറയും, മൂത്തച്ഛൻ ഇളയച്ചനെ പറ്റി പറയും. അയാൾ അത്ര വലിയ സുഖമൊന്നുമില്ല, പിന്നെ അങ്ങനെ പോട്ടല്ലേ, കഴിഞ്ഞു പോട്ടെ, ആനാ അല്ലേ? നമ്മൾ തന്നാവില് മറ്റവനെ കുറ്റം പറഞ്ഞിട്ടാ, അല്ലാണ്ട് നമ്മൾ തന്നാലില്ല. ഉണ്ടോ? എൻ്റെ എളാപ്പ ശരിയില്ല എന്ന് വെച്ചോ, ജയിലും ശരിയില്ലല്ലോ. ഇതെങ്ങനെയൊക്കെ പറയും.
അങ്ങനെ എത്ര ആളുകൾ ഭാര്യമാരെ മെന്റൽ ടോർച്ചർ എടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ ശരിയില്ല, എൻ്റെ ബാപ്പ ശരിയില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ മുത്തേ സത്യേന്ന് വിളിച്ചോനാ. എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഈ പള്ളിയിലുള്ള ഒരുവിധം ഞാൻ അടക്കമുള്ള എല്ലാവരും കുടുങ്ങിയില്ലേ? നരകത്തിലേക്ക് അടുത്തു, സ്വർഗത്ത് അകന്നുപോയി, അള്ളാന്റെ കാരുണ്യം പോയി, മലക്കുകളുടെ ഹഫലത്ത് പോയി. എന്തെല്ലാം ശിക്ഷകളല്ലേ? അപ്പം അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പം റസൂൽ എന്താ പറഞ്ഞത്? ഒരു ആക്ഷൻ കാണിച്ചപ്പോൾ പോലും. പക്ഷെ ആയിഷ ബീവി തിരുത്തിട്ടോ. ആയിഷ ബീവി അങ്ങേറ്റത്തെ തൗബ ചെയ്തു. അത് വിഷയം വേറെ. നമ്മളെ പെണ്ണുങ്ങൾ തൗബ ചെയ്യില്ല. അത് ഞാൻ പറഞ്ഞത് എന്താ ശരിയല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റാണോ? ഓള് കുറിയാൾ തന്നെയല്ലേ? എന്നിട്ട് പിന്നെയും ഓളെ കൊണ്ട് പറയും. അല്ലുണ്ടാകുക ഓൾ തിരുത്തൂല. പക്ഷെ ആയിഷ ബീവി തിരുത്തുക മാത്രമല്ല, ആ വർഷം ഹജ്ജിന് പോകുമ്പം, ഇനിയാണ് ബാക്കി ഒരു കഥയും കൂടി കേട്ടോളൂ. ഹജ്ജിന് പോകുമ്പം സഫിയ ബീവിൻ്റെ ഒട്ടകം രോഗിയായി, യാത്രക്ക് പറ്റാണ്ടായി. അപ്പം ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ മറ്റൊരു ഭാര്യയാണ് സൈനബ. അവരടുത്ത് 2 ഒട്ടകമുണ്ട്, നല്ല ആരോഗ്യമുള്ള. അപ്പോൾ ആ ഒട്ടകത്തിൽ നിന്ന് ഒരൊട്ടകത്തെ സഫിയക്ക് കൊടുത്തുകൂടെ വെച്ചു. ആരോട്? മനസ്സിലായോ? കൊടുക്കാൻ വേണ്ടി സൈനബിനോട് പറഞ്ഞു. ഇപ്പൊ സൈനബ് പറഞ്ഞ മറുപടി കേട്ടോളിയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. നമ്മളൊക്കെ ഭാര്യമാർ പറഞ്ഞാലൊക്കെ ലോക്കലല്ലേ? ഇത് ഉമ്മഹാത്തുൽ മോമിനാത്താണ്. അവർ പറഞ്ഞ മറുപടി കേട്ടോളിയോ. ഒട്ടകം ചോദിച്ചതിന് നമ്മളെ പെണ്ണുങ്ങൾ എന്താ ചോദിക്കല്? ഓരോരുത്തർ ചോദിച്ചാൽ മറുപടി ഉണ്ടാകുന്നൊക്കെ നമുക്ക് അറിയാം. ഫഖാലത്ത് സൈനബ്, സൈനബ് പറയാം, അന ഊത്തീതിക്കൽ യഹൂദി, ആ യഹൂദി പെണ്ണ് ഞാൻ കൊടുക്കൂലാന്ന്. അങ്ങനെ ആ ജൂത സ്ത്രീക്ക് ഞാൻ കൊടുക്കൂലാന്ന്. ഫഗളിബ റസൂൽ, അള്ളാഹ്ക്ക് റസൂലിന് ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചെന്ന് മാത്രമല്ല, ഇനി ഒരു പണിഷ്മെന്റ് കേട്ടോളികള്. വഹജറ ബഖിയത്ത് ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ബാക്കിയുള്ള ദിവസങ്ങൾ നബി അവൾ വെടിഞ്ഞ് ഒഴിവാക്കി. അവളടുത്ത് പോകാറില്ല, മിണ്ടാറില്ല. ഒറ്റ കാരണം. പിന്നെ വഹജറഹ ബഖിയത്ത് ദുൽഹിജ്ജ വൽ മുഹറം, മുഹറം മാസത്തിൽ മിണ്ടിയില്ല. വ സഫർ, സഫറിലും മിണ്ടിയില്ല. വ അയ്യാമി മിൻ റബീഉൽ, റബീഉൽ അവ്വലിന്റെ ആദ്യ ദിവസങ്ങളിലും മിണ്ടിയില്ല. എത്ര മാസത്തെ പണിഷ്മെന്റാ? കാരണം ഓള് നന്നാവണേ. നമ്മളെ ഭാര്യമാരെ നമുക്ക് എന്തെല്ലാം ഉയബത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെടിയാണുണ്ടല്ലോ, പിന്നെ ഓളെ കൂടെ കിടക്കാതെ ദിവസം ഉണ്ടാവില്ല. അത്രമാത്രം പറഞ്ഞു തരും എല്ലാരെ പറ്റിയും. നിങ്ങളമ്മ ശരിയില്ല പറഞ്ഞാൽ അതും നിങ്ങൾ പറയും. ഉമ്മനെപ്പം നന്നാക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ കഴിയില്ല അല്ലേ? നമ്മളമ്മനെ പറ്റി നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മളെ ഭാര്യ, നമ്മളെ പോറ്റി വളർത്തിയ. അത് നീ പറയരുത്, അത് അപകടമാണ്. നിങ്ങൾ പറയേണ്ടത് മോശമെന്നല്ല, നിന്റെ നരകം, നിന്റെ സ്വർഗം, അള്ളാന്റെ കാരുണ്യം, ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേ നന്നാവും. അല്ലാണ്ട് നമ്മൾ എന്നിട്ട് ഓളമ്മനെ പറയാം. ഓള് അമ്മയോട് പറഞ്ഞു തന്നേന്, എന്താ എൻ്റെ അമ്മ മോശ, ഒക്കെ കണക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഡ്രസ്സ് ഇട്ടിട്ട് പോകും. ഇത് ഇപ്പം ഇവിടുന്ന് പോകാം, പക്ഷെ ഇനി അവിടുന്ന് ഡ്രസ്സ് ഇട്ട് പോവുകയല്ലേ, നരകത്തിലേക്കാണ് പോവുക. സൂക്ഷിക്കുക കേട്ടോ. അപകടകരമായ ദുസ്വഭാവത്തിൽ നിന്ന് പൂർണ്ണമായും വെടിയാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുക. ഇനി ഒരു സംഭവം കൂടി പറഞ്ഞുതരാം, ഒറ്റൊന്നും കൂടി. കാരണം ഈ വിഷയം നമ്മൾ എടുക്കണ്ടല്ലോ അല്ലേ? അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരിക്കൽ ഒരിടത്തുനിന്ന് സംസാരിക്കുക, ഇസ്ലാമികമായ കാര്യങ്ങൾ സംസാരിക്കുക. കുന്ന ജുലൂസൻ എന്തൻ നബി ഇസ്ലാം, നബിൻ്റെ അടുത്ത് വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ഫഖാമ റജുലൻ, അപ്പോൾ ഒരാൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു സഹാബി എഴുന്നേറ്റ് പോയി. ഫവഖഅ ഫീഹി മിൻ ബഅദി, അദ്ദേഹത്തിൻ്റെ ശേഷം അദ്ദേഹത്തെ പറ്റിയായി പിന്നെ സംസാരം. ഒരു എഴുന്നേറ്റ് പോയ സഹാബി അങ്ങനെയാണല്ലോ. നിങ്ങളിപ്പോൾ ഒരു കൂട്ടായിരിക്കുക, അതിനൊരാൾ പോയാൽ പിന്നെ നിങ്ങൾ ആരെ പറയുക? അപ്പോൾ ഇത് സഹാബത്തിനും പറ്റി അതാ പറഞ്ഞത്. അപ്പോൾ ആ കുറ്റം പറഞ്ഞ വ്യക്തിനോട് നബി പറഞ്ഞ വാക്ക ഞാൻ ശ്രദ്ധിക്കേണ്ടത്. ഇയാൾ ഇറങ്ങിപ്പോയ ആളെ പറ്റി നബി പറയാം, തഖല്ലൽ, നീ പോയി പല്ല് തേക്കണം. ആരോട്? ഇത് പറഞ്ഞ ആളോട് നബി പറയാം, തഖല്ലൽ, നീ പോയി പല്ല് തേക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒമാ തഖല്ലൽ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ ഞാൻ എന്തിനാ പല്ല് തേക്കുന്നത്? മാ അക്കൽത്തു ലഹ്മൻ, ഞാൻ മാംസം തിന്നിട്ടില്ലല്ലോ. ഇപ്പൊ റസൂല പറയാം. ഫഖാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, ഇന്നക അക്കൽത ലഹ്മ അഖീക്, നീ നിന്റെ സഹോദരന്റെ മാംസപ്പ തിന്നത്, അതുകൊണ്ട് പല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കണം. നബി സമൂഹത്തെ സംസ്കരിക്കുക. അങ്ങനുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പല്ലിയാക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ലോറി പണിക്ക് പോകാൻ കഴിയില്ല. ഇത്രമാത്രം ഇറച്ചി തിന്നല്ലോ അല്ലേ മറ്റുള്ളവരെ? അതാണ് നേരത്തെ അള്ളാഹ് പറഞ്ഞത്. എന്ത് ഹുജറാത്ത് അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ യുഹിബ്ബു അൻ യഅകുല ലഹ്മ അഖീഹി മൈത
ഫകരിത്തുമു, നിങ്ങൾ അത് വെറുക്കുന്നില്ലേ? മയ്യത്ത് മാന്തി തിന്നുന്നത് അതുപോലെ വെറുക്കണം. എന്തിനെ? ഗീബത്ത് പറയുന്നത്. അള്ളാഹു അത്തരം മുത്തക്കീങ്ങളിൽ അള്ളാഹു അങ്ങനെ വെറുക്കാൻ കഴിയുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ വീടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക്, നമ്മളുടെ സുഹൃത്തുക്കൾക്ക് അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ സ്വർഗത്തോപ്പിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി ജീവിക്കുവാനും തഖ്വയോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീഖും യോഗ്യതയും അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉദ് ദുആ വതുബ് ഇലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.